ഹലോ, ഞാൻ അങ്ങോട്ട് പോകാമെന്നല്ലേ. നമുക്കൊരു സ്ഥലത്ത് പോകാം കേട്ടോ. എവിടെയാന്ന് ചോദിച്ചാൽ ചെരുപ്പിടട്ടെ. നമ്മുടെ അയൽപക്കം പുതിയത് വരുവാന്ന് പറഞ്ഞില്ലേ, അവരുടെ വീട് കാണിച്ചു തരാം കേട്ടോ. വീടെന്ന് പറഞ്ഞാൽ വീടല്ല ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് അവിടെ കന്നുകാലിക്കൂട്, പശുവിൻ്റെ ഉണ്ടാക്കിയേക്കുന്ന കൂട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി കൂടാണ്, നല്ല രസമുണ്ട് കാണാൻ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ അട്ടപ്പാടിയിലൊക്കെ കന്നാലിക്കൂടൊന്നല്ല പശുവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ നമുക്കൊന്നും അങ്ങനത്തെ ഒന്നും കൂടുണ്ടാക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഓരോ കാലങ്ങൾ കഴിയും തോറും എല്ലാം അടിപൊളി സൗകര്യമല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീട് കാണിച്ചു തരാം. വീട് പുറമേ ഞാൻ കാണിച്ചു തരുള്ളൂ കേട്ടോ. പിന്നെ ഹൗസ് വാമിങ്ങിനെ ഞാൻ ഈ വീട് ഉള്ളൊക്കെ കാണിച്ചു തരുള്ളൂ കേട്ടോ. അതല്ല രസം. ഓക്കെ, ഇപ്പം ഞാൻ കന്നാലിക്കൂട് മാത്രം കാണിച്ചു തരാം. ഇപ്പം പുറമേ ഇങ്ങനെയുള്ള വീടിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, തുടക്കം മുതൽ കാണിച്ചു തരാം. ഞങ്ങളുടെ ഇത്ര അടുത്താട്ടോ. ഇതാ ഞങ്ങളുടെ വീട്. ഇവിടുന്ന് ഇത്ര അടുത്താട്ടോ. ഇതിവിടെ ഇങ്ങനെ വഴിയുണ്ട്, ഇതിലിങ്ങനെ കയറി വന്ന് ഇതുണ്ട്. ഇതിങ്ങനെ അടിപൊളി കല്ലൊക്കെ കെട്ടി ഇതുണ്ട്, നല്ല അടിപൊളിയായിട്ട്. ഇത് കണ്ട ഒരു ചെത്തി, നോക്ക്, കുഞ്ഞ് ചെത്തി പിടിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പം തന്നെ ഇതിൽ പൂവായി നോക്ക്. അതൊക്കെ ഇപ്പോഴേ പിടിപ്പിച്ച് വെച്ചേക്കെ നന്നാകാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറുകയാണ്. ഇവിടെ നിന്നാലേ മൊത്തത്തിൽ കാണാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇപ്പോൾ ഇങ്ങനെ കാണാം നമുക്ക്. ഇനി നമുക്ക് വീട് ഉദ്ഘാടനത്തിന് ഞാൻ മൊത്തം കാണിച്ചു തരാം കേട്ടോ. അതല്ലേ കാണാൻ രസം. പിന്നെ ഈ ഉള്ളൊക്കെ കാണാൻ, ഇതിൻ്റെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് കാണാൻ അടിപൊളി രസമാണ്. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ മുറ്റത്തൊക്കെ ഇതുപോലെ കല്ലിട്ടേക്കുവാണ്. കല്ല് സാധാ നമ്മുടെ ഇങ്ങനത്തെ കല്ല് കൊണ്ടുവന്നിട്ട് അത് ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുക. പിന്നെ ഇവിടെ ചെടി വെക്കാനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കിയേക്കണം കേട്ടോ. അടിപൊളി പ്ലാനാണ്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് സിറ്റ് ഔട്ട്. ഉള്ളിലേക്കൊന്നും ഞാൻ കാണിക്കുന്നില്ല, നമുക്കത് ഹൗസ് വാമിങ്ങിന് കാണാം. ഇവിടെയൊക്കെ അവർക്ക് ചെടിയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ കന്നാലിക്കൂട് കാണിക്കാനാണ് കേട്ടോ. വേണ്ട, ഇതാണ് കന്നാലിക്കൂട് കേട്ടോ. ഇന്ന് മൊത്തത്തിൽ ഞാനിങ്ങനെ പുറമേ കാണിച്ചു തരാം. എന്നിട്ട് ഉള്ളിൽ കയറാം. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണിക്കാം. ഇവിടെ കിണർ കണ്ടോ, വെള്ളമേ ഇല്ലായിരുന്നു. എന്തോരം കല്ല് പൊട്ടിച്ചിട്ടാന്ന് പറയുക ഇതിൽ വെള്ളമായത്. എന്നാലും ആയപ്പോൾ ഇഷ്ടം പോലെ വെള്ളമായിട്ടോ. അടിപൊളിയൊക്കെ നല്ല കണ്ണുനീര് വെള്ളമാണ്. ഉണ്ടോ, ഇതിൻ്റെ മുകളിലേക്കുള്ള ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, എനിക്കിങ്ങനെ കാലിങ്ങനെ കയറ്റാം. പിന്നെ ഇങ്ങോട്ടൊന്നും പിള്ളേരൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കുഞ്ഞു പിള്ളേരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അടിപൊളി വെള്ളമല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ വീടിൻ്റെ സൈഡ് ഭാഗം അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇതിങ്ങനെ ഇനി പണികൾ കുറേ കഴിയാനുണ്ട്. 2 മാസത്തിനുള്ളിൽ അവർ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിൻ്റെ ഇതാണ് കേട്ടോ കന്നാലിക്കൂട്. പശു കയറാനുള്ള ഐശ്വര്യമായിട്ട് കയറാമെന്നുള്ള വഴി. ഇതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, 4-5 പശുവിന് താമസിക്കാനുള്ള വീട്. ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഞാൻ കാണിക്കണം എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അല്ലേ ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഇതാണ് ഞാൻ മെയിനായിട്ട് കാണിക്കായിരുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, പശുവിന് വെള്ളം കുടിക്കാനാട്ടോ. വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞാൽ
അവർക്ക് നമുക്കിപ്പോൾ രാത്രിയിലാണെങ്കിലും എപ്പോഴും നമ്മൾ ചിലപ്പോൾ അവർക്ക് പരവേശമെടുക്കുന്നത് എപ്പോഴാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടോ, അവരിങ്ങനെ ഒരു വെള്ളത്തിൻ്റെ പൈപ്പ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതുണ്ട്, പശുക്കൾക്ക് ദാഹം വരുമ്പോൾ പശുക്കളിങ്ങനെ മുക്കി ഇങ്ങനെ കുടിക്കുമ്പോൾ വെള്ളം ഇങ്ങോട്ട് വരും. ഇപ്പോൾ അത് അടച്ചിട്ടേക്കുക. അപ്പോൾ ഇങ്ങനെ മുഖം തട്ടി ഇങ്ങനെ വെക്കുമ്പോൾ ഇത് താന്നു പോകും. അപ്പോൾ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോട്ടോ, സൂപ്പറാണ്. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഈ ഐഡിയ കാണുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നവരുണ്ടാകുമായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഇങ്ങനത്തെ ഐഡിയ അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ചായ പോലെ കൊടുത്തേക്കാം മൂത്രമൊക്കെ പോകാൻ. പിന്നെ അതിൻ്റെ അപ്പുറം ഇതിൻ്റെ വേസ്റ്റ് കുഴി ഇവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, തട്ട്. ഇതൊരു തട്ടാണ്. ഈ തട്ട് എന്തിനിവരുണ്ടാക്കിയേക്കുന്നത് ചോദിച്ചാൽ ഇത് ഒരു വൈക്കോല് നിറയ്ക്കാണ്. ഇത് ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ഡോറ് പോലെ കാണുന്നുണ്ടോ? ഇവിടുന്ന് കാണിക്കാം. ഈ തട്ടിൻ്റെ ഈ ഭാഗത്ത് കണ്ട ഡോറ്, ഇതൊരു ഡോറാണ്. ആ ഡോറ് തുറന്നിട്ട് വൈക്കോൽ അവിടെ നിന്ന് എടുത്ത് താഴേക്ക് ഇടുക. ഇവിടുന്ന് എടുത്ത് കയറുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ പുറത്ത് ഇവിടെ നിന്നൊരു നട മുകളിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ പണിയും. എന്നിട്ട് ഇതിലേക്ക് കയറിയിട്ട് ഈ ഉള്ളിക്കട കയറിയിട്ട് ഈ ഡോറിക്കട ഇട്ടിട്ട് പശുവിന് കൊടുക്കും. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്. മനസ്സിലായോ? 3 ഡോറുണ്ട്. അപ്പോൾ ഒരു മണ്ടേക്കട കയറിയിട്ട് അപ്പുറത്തെ മണ്ടേക്കട കയറിയിട്ട് മുകളിൽ നിന്ന് വൈക്കോലെടുത്തിട്ട് താഴേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ പശുവിന് കൊടുക്കാനും സൗകര്യമായി. ഓക്കെ. പിന്നെ ഇത് ഇത്രയും വഴി പൊക്കിയിട്ട് ഇത്രയും JCB വെച്ച് ഇങ്ങനെ താത്തിട്ടിട്ട് ഇത് വഴിയാണ്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാനുള്ള വഴിയാണ്. അപ്പോൾ ഇതിവിടെ ഇത്രയും പൊക്കി വെച്ചാൽ പിന്നെ ഇത് മുഴുവൻ ഇടിച്ച് താത്തി കറക്റ്റ് വഴിയാക്കണം. അപ്പോൾ ഇതിൽ കയറാൻ പാടാം. അല്ല, കുഴപ്പമില്ല, കയറി. ഉണ്ടോ? ഞാൻ കാണിച്ചു തരാവേ. അതിൻ്റെ ആ വൈക്കോല് വെക്കുന്ന സാധനം. ഈ വഴിയെന്ന് പറഞ്ഞാൽ ഇത് വല്യപ്പൻ്റെ മറ്റും ഇതൊക്കെ കേട്ടോ. വല്യപ്പൻ്റെ പറമ്പാണ് ഇത്. അപ്പോൾ വല്യപ്പൻ്റെ പറമ്പ് ഒരു ചെറിയ മോൻ്റെ ഈ ആ ഓടിട്ട് കാണുന്ന വീട് ചെറിയ മോൻ്റെ അവരുടെ വല്യപ്പൻ്റെ തറവാടാണ്. അപ്പോൾ അവരോട് മേടിച്ച സ്ഥലമാണ്. എന്നിട്ട് അവരിവിടെ വന്ന് വീട് വെച്ചിട്ട്. അതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറാണ്. ഇതുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഓണർ എന്നോട് പറഞ്ഞിട്ടാ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. ഇത് കണ്ടോ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ സെറ്റപ്പ്? കന്നാലിക്കൂടിൻ്റെ ഇതിൽ ഫുള്ളെന്ന് പറഞ്ഞാൽ ഇത് സൈഡ് ഈ അങ്ങേ അരികും ഇങ്ങേ അരികും മറയ്ക്കും കേട്ടോ. ഇങ്ങനെ കവർ ചെയ്യും. എന്നാ വെച്ചാൽ തണുപ്പും മഴ എരിച്ചിലൊന്നും അടിക്കാതെ. എന്നിട്ട് ഈ തട്ടയിൽ നിറച്ചും വൈക്കോലും കൊണ്ട് നിറയ്ക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നൊരു കയറാനുള്ള ഇത് അവരുണ്ടാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് കയറും. ആ ഡോറ് തുറക്കും, പശുവിനങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതൊക്കെ അടിപൊളിയല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ വീടിൻ്റെ പ്ലാന്. ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് ഇതുണ്ടോ, റബ്ബർ വെട്ടിയിട്ട് ചേട്ടൻ്റെ സ്ഥലം കേട്ടോ ഇത്. ഇതെൻ്റെ ചേട്ടൻ്റെ റബ്ബർ വെട്ടിയതാണ്. അപ്പോൾ അവർ ഒരുമാതിരി വിറകൊക്കെ ഇറക്കി കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾക്ക് മഴയായി. ഇനി അവർ ഇതുണ്ടോ കുറ്റി അടിച്ചേക്കാം അടുത്ത റബ്ബർ വെക്കാൻ. അപ്പോൾ ഇതുണ്ടോ ചുള്ളവിറക് കുറ്റി അടിച്ച് JCB വന്ന് നമ്മുടെ ഈ വിറകെല്ലാം അവർ എടുത്ത് കളയുന്നുണ്ട്. നിറച്ചുണ്ട്. ഇതുണ്ട്, ഇവിടെ എല്ലാം ചുള്ളവിറക് ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ മിനിങ്ങാന്നുമായിട്ട് കുറേശ്ശെ എടുത്തു. ഇനിയും കിടപ്പുണ്ട് ഇഷ്ടംപോലെ മുകളിലേക്ക്. അപ്പോൾ ഞങ്ങളിത് കുറേ എടുത്ത് ഞങ്ങളിതുപോലെ താഴെ ഇവിടം വരെ ചേട്ടൻ്റെ, ഇവിടുന്ന് താഴേക്ക് ഞങ്ങളുടെ തന്നെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് താഴേക്ക് ചുള്ളവിറകെല്ലാം എടുത്തിട്ടുണ്ട്. എന്ത് ചുള്ളവിറക് കാണുമ്പോൾ കൊതിയാകുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തീ പിടിപ്പിക്കാൻ? നല്ല സൂപ്പർ സാധനം കേട്ടോ റബ്ബർ വിറക് തീ പിടിപ്പിക്കാൻ. അങ്ങനെ
അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പറമ്പും കാര്യങ്ങളൊക്കെ ഒരു കപ്പളം ഉണ്ടായിരുന്നു, അതവിടെ മറിഞ്ഞു പോയി. ഇഷ്ടംപോലെ കപ്പളത്തൈയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ പച്ചക്കറി സാധനങ്ങളൊക്കെ നട്ട് അടിപൊളിയായിട്ടുണ്ടാകും കേട്ടോ. കാനലൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ ഇതുണ്ടോ, ഇത് ഞങ്ങളുടെ വഴി ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ വഴിയിലൂടെ അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഞങ്ങൾ ഇതിലെ ഇങ്ങനെ ഒരു ചെറിയ വഴിയാക്കി കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം നമുക്ക് പോകാം. ഇതുണ്ടോ, ഒരു ഇറക്കമാണേ, ഭയങ്കര ഇറക്കമാണ്. വീഴാതെ പോയാൽ നല്ലത്. ദൈവമേ വീഴല്ലേ അപ്പം. പതുക്കെ പോകാം, അല്ലെങ്കിൽ പിന്നെ ഓടിക്കും നിൻ്റെ വീഡിയോ എടുക്കാൻ പോക്കെന്നും പറഞ്ഞ് നടുവന്ന്. ഓക്കെ, രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ മണ്ണൊക്കെ കുറേ ഇങ്ങനെ ഇട്ടപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ പറമ്പിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, മണ്ണൊക്കെ എടുത്തിട്ടേ. സൂപ്പർ, അടിപൊളി. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, കന്നേലക്കൂടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഇനി അതുപോലെയൊക്കെ ഉണ്ടാക്കേണ്ടവരങ്ങനെ ഉണ്ടാക്കി കേട്ടോ. സൂപ്പറാണ്. ഇതുണ്ടോ ചേഞ്ച് റോസ, എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളി. ആദ്യമായിട്ടുണ്ടാകുന്ന കേട്ടോ ഞങ്ങളുടെ ഇവിടെ. രാവിലെ വെള്ളയായിരുന്നേ, ഇപ്പോൾ റോസ് കളറായി, നിറച്ച് മുട്ട ഉണ്ടാകുന്നുണ്ട്. ഇതാ അതിലെല്ലാം മുട്ട ഉണ്ടോ. ഞാൻ ഇങ്ങോട്ടും ഒരു കമ്പുണ്ടായിരുന്നത് കണ്ടോ, ഇത് ഞാനങ്ങ് വെട്ടിക്കളഞ്ഞ് ഇങ്ങോട്ട് വഴിയിലേക്ക് കിടക്കാട്ടെ. പക്ഷേ എൻ്റെ അടിയിൽ നിന്ന് വേറെ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി, നല്ല ഭംഗി, എന്ത് ചന്താന്ന് നോക്ക്. അങ്ങനെ ഇതുണ്ടോ, അതിലും ചന്തമായ ആൾക്കാർ ഇവിടെയുണ്ട്. നമ്മുടെ ചാർലിയും നമ്മുടെ ചാർലി ഡാൻസൊക്കെ കളിക്കുമല്ലേ ചാർലി? ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുമോ? ഡാൻസ് കളിച്ച് കാണിച്ചേ. ഡാൻസ് കളിച്ചേ. അങ്ങനെ കളിച്ചേ, ഡാൻസ് കളിച്ചേ, ഡാൻസ് കളിക്കടി. അല്ലടാ, ലോല കളിക്കുമോ ഡാൻസ്? കളിക്കേ. അപ്പോൾ അവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ പിള്ളേർ സ്കൂൾ വിട്ട് വരാറായപ്പോഴേക്കും ഞാനൊരു കടച്ചക്ക പുഴുങ്ങി. അപ്പോൾ പിള്ളേർക്ക് അവിടെ ചെന്ന് ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ. പിള്ളേർക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വിശക്കാൻ തുടങ്ങി. ഞാൻ ഒരെണ്ണം കഴിക്കാം. മടുത്തു. അവിടെ മുകളിലേക്ക് കയറുമ്പോഴേക്കും മടുത്തു. എന്തൊരു കുന്നാണേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നല്ലതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ അവസാനിച്ചേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.